നമ്മുടെ കുഞ്ഞായ്ക്ക് വേണ്ടിയിട്ട് കുളിപ്പിക്കാനേ പാള പറിക്കാൻ പോവാണ്. നമ്മുടെ തോട്ടത്തിൽ പാള റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാള പറിച്ച് സെറ്റായിക്കൊണ്ട് വരും പോരും കേട്ടോ. പാള പറിക്കും. ഇന്നത്തെ ടാസ്ക് പാള പറിക്കും. അങ്ങനെ കുഞ്ഞാവെ കുളിപ്പിക്കാനുള്ള പാള തപ്പിയുള്ള യാത്രയിലാണ് നമ്മളിത്. നമ്മുടെ കമുകൻ തോട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. പാള കുറേയൊക്കെ വീണ് കിടപ്പുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് അതിനകത്ത് നിറയെ മണ്ണും ചെളിയൊക്കെ ആയത് കാരണം നമുക്കത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും നമ്മൾ ഇറങ്ങി നോക്കുകയാണ്. ഒരു സാമാന്യം മുഴുത്തൊരു പാള അവിടെ വീണ് കിടപ്പുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് കയറ്റിയത്. എന്തായാലും ഇറങ്ങി നോക്കാം. നല്ലൊരു കമുകത്തോട്ടം തന്നെയാണ് കേട്ടോ ഇത്. നല്ല അടക്കയൊക്കെ നല്ല വിളഞ്ഞ് പഴുത്തൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മളിത് പഴുത്തൊക്കെ കമുകത്തോട്ടത്തിലേക്ക് ഇറങ്ങി പാള ഇതിൽ നിന്നാണ് തോന്നുന്നു, ഈ കമുകയിൽ നിന്നാണ് തോന്നുന്നു ഒരു വലിയൊരു പാള വീണ് കിടപ്പുണ്ട്. എന്തായാലും ആ പാള നമുക്ക് എടുക്കാം. പാള കൊണ്ട് അങ്ങനെ ഇപ്പം അങ്ങനെ അധികം അത് യൂസ് ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനാണെങ്കിലും നേരത്തെ വിശറിയൊക്കെ ഉണ്ടാക്കി വീശാനൊക്കെ, കറണ്ട് പോകുമ്പോഴേക്ക് വീശാനൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ AC ഒക്കെ ഉള്ളത് കാരണം ഇപ്പം പാളയൊന്നും അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. എന്തായാലും നമ്മൾ പാള എടുത്തു. അപ്പോൾ കുഞ്ഞാവെ നമുക്ക് പാളയിലിട്ട് വേണം കുളിപ്പിക്കാൻ. പിന്നെ ഈ കമുകൻ തോട്ടമാണെങ്കിലും ഈ തെങ്ങിൻ തോപ്പാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങി നടക്കാനും അവിടുത്തെ ആ തണലൊക്കെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഈ കമുകൻ തോട്ടത്തിൻ്റെയൊക്കെ സൈഡിൽ. എനിക്ക് കമുകൻ തോട്ടം വളരെ ഈ തെങ്ങിൻ തോപ്പിനൊക്കെ ഇഷ്ടം എനിക്ക് കമുകൻ തോട്ടമാണ് കേട്ടോ. എന്തായാലും നമ്മളിതേ വണ്ടിയിൽ പാള ഡിക്കി കയറ്റി പോകാം. കുഞ്ഞാവ കുളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുളിപ്പിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന സുഹൃത്തുക്കളും സഹോദരങ്ങളുമൊക്കെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ചാനലിൻ്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സാമാന്യം മുഴുത്ത ഒരു എന്നതും ഡിക്കിയുടെ മുകളിൽ കൂടെ ഫ്രണ്ട് സീറ്റിൽ ബാക്ക് സീറ്റിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല എന്തായാലും കൊണ്ട് കഴുകി വൃത്തിയാക്കി സ്റ്റെയറൈസ് ചെയ്ത് എടുക്കണം കേട്ടോ. നമുക്ക് തിരിച്ച് പോവാം. പിന്നെ കുഞ്ഞാവെ പാളയിലിട്ട് കുളിപ്പിക്കുന്ന വീഡിയോ പുറകെ വരുന്നുണ്ട്. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക.